കഴിഞ്ഞ കാലത്ത് ഭരിച്ച UPA സർക്കാരായാലും ഇപ്പോൾ ഭരണമേറ്റിരിക്കുന്ന മോഡി സർക്കാരായാലും ഈ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ്. അവർക്ക് വലിയ ആളുകളെ മാത്രമേ വേണ്ടൂ, സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളെ മാത്രമേ വേണ്ടൂ. അവരുടെ പ്രശ്നങ്ങൾ മാത്രമേ അവർക്ക് വേഗത്തിൽ മനസ്സിലാവുകയുള്ളൂ. കോർപ്പറേറ്റ് മുതലാളിമാരുടെ ആവശ്യങ്ങൾ വളരെ വേഗത്തിൽ കണ്ടെത്തുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും അവരെ വേദനിപ്പിക്കാതെ അവരെ സന്തോഷിപ്പിച്ച് നിർത്തുന്നതിനുള്ള നടപടികൾ എടുക്കുന്നതിനും ഒക്കെ തന്നെ കഴിഞ്ഞ ഗവൺമെന്റ് ആയാലും ഈ ഗവൺമെന്റ് ആയാലും ആര് മുമ്പിൽ എന്നുള്ള കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ ഭരണാധികാരികൾ പാവപ്പെട്ട പെൻഷൻകാരുടെ ചെറിയ ആവശ്യങ്ങൾ നിരാകരിക്കുന്ന ഗവൺമെന്റ് ഈ വലിയ മുതലാളിമാരുടെ വലിയ ആവശ്യങ്ങൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് നടപ്പിലാക്കി കൊടുക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രം. നമ്മുടെ ഭരണാധികാരികൾക്ക് ഈ പാവപ്പെട്ട തൊഴിലാളികളെ ജീവിതാവസാനം വരെ അധ്വാനിച്ച് ജോലി ചെയ്ത് ഇപ്പോൾ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ നിൽക്കുന്ന ഈ തൊഴിലാളികൾക്ക് അവർക്ക് ലഭിക്കേണ്ടുന്ന ചെറിയ പെൻഷൻ, ആ പെൻഷൻ കാര്യത്തിൽ ഒരു വർധനവുണ്ടാക്കണമെന്നുള്ള ആവശ്യം അവർ ഏറ്റുന്നേയില്ല, അത് ചെവിയിൽ പോകുന്നേയില്ല. 6500 രൂപയെങ്കിലും ആയിട്ട് പെൻഷൻ ഉയർത്തണമെന്നുള്ളതാണ് സംഘടനയുടെ ആവശ്യം. പക്ഷെ ഇപ്പോ ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ച, കഴിഞ്ഞ UPA ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ച 1000 രൂപയുടെ വർധന, ആ 1000 രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള നിലയിലേക്ക് വരാൻ നിർദ്ദേശിക്കപ്പെട്ടു. ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. ആ 1000 രൂപയെങ്കിലും സാർവത്രികമായിട്ട് എല്ലാ പെൻഷൻകാർക്കും ലഭിക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ട് ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല? ഇത് വലിയ ബാധ്യതയൊന്നും ഉണ്ടാകുന്നതല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പെൻഷൻ ഗവൺമെന്റിന്റെ ഔദാര്യമായിട്ട് ലഭിക്കുന്നതല്ല, ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്നതല്ല. ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ മാനേജ്മെന്റ് നീക്കിവെച്ച ഭാഗം PF ഫണ്ടിലേക്ക് അടച്ചിട്ടുള്ള സംഖ്യ, ആ സംഖ്യയുടെ പലിശ കൂട്ടിയാൽ തന്നെ അത് കോടിക്കണക്കിന് രൂപ വരും. ആ പെൻഷൻ ഫണ്ട് വഴിതിരിച്ചു വിട്ടുകൊണ്ട് അത് ഓഹരി വിപണിയിലും അതുപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ തന്നെ മാറ്റിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് UPA ഗവൺമെന്റ് ആയാലും ഇപ്പോഴത്തെ BJP ഗവൺമെന്റ് ആയാലും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. Celebrating 60 years, Deepa Gold, Diamond, Silver, Main Road, Kanangad. Deepa, നാടിന്റെ സ്വന്തം ജ്വല്ലറി.